വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണി വെക്കുന്ന എങ്ങനെ, ഞങ്ങളുടെ രീതി എങ്ങനെയാണ്, ഞങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് വിഷു ആശംസകൾ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ കുറേ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഒക്കെ ഇത് അടിപൊളിയാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഹായ്, ഓക്കെ, നമ്മൾ കാണിച്ചു തരാം. ഇത് കൃഷ്ണനാണ്. ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ച കൃഷ്ണനാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിയ കൃഷ്ണനാണ്. നല്ല ഭംഗിയുള്ള കൃഷ്ണനാണ്. അപ്പോൾ നമ്മൾ തുളസിമാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഭംഗിക്ക് വെച്ചതാണ്. മൈപ്പയിൽ വെറുതെ കിടക്കുന്ന കണ്ടപ്പോൾ എടുത്ത് വെച്ചാണ്. പിന്നെ ഇതിൽ ഒരു കുഞ്ഞ് കൃഷ്ണനാട്ടോ. ബാക്കിൽ ഞാൻ മൈപ്പയിൽ ഞാൻ എപ്പോഴും ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, ഇനി അമ്മയാണ് സെറ്റ് ചെയ്യുന്നത്. മദശ്രീ ഒക്കെ ഞാനൊക്കെ പറഞ്ഞുതരും. ഒക്കെ അമ്മ സെറ്റ് ചെയ്യും. ഒക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ വെക്കേണ്ടതെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മുടെ രീതിയിൽ ഇത്രയും കാലം വെച്ച് പോയത്. പിന്നെ ഗൈസ്, നമ്മൾ അപ്പോൾ ഇങ്ങനൊരു സാധനം വെക്കുന്നുണ്ട്. ഒരു വിഷറി പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതും ഗുരുവായൂരിൽ തന്നെ വാങ്ങിച്ചതാണ്. ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളിയിൽ നിറയെ കുറേ ഐറ്റംസ് ആട്ടും. എന്തൊക്കെയാ, ഓറഞ്ച് ഉണ്ട്, പിന്നെ എന്താ വെള്ളരി ഉണ്ട് കേട്ടോ, കണിവെള്ളരി. ഓക്കെ, എനിക്കറിയില്ല ശരിക്കും. ഇത് പൈനാപ്പിളാണ്. പിന്നെ ഇത് മുന്തിരി, ഇതെന്താണ്, മാങ്ങ. ഇതിൻ്റെ ഉള്ളിൽ വേറൊന്നുമില്ല. നല്ല അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ ഈ സെറ്റപ്പ് കാണാൻ വേണ്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉരുളിയിലാണ് നമ്മൾ വെച്ചിട്ടിരിക്കുന്ന ഇത്ര ഐറ്റംസ്. അടുത്തത് വെക്കേണ്ടത് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ കുറച്ച് ഐറ്റംസാണ്. കുറച്ച് ഐറ്റംസ് അല്ല, 2 ഐറ്റംസാണ്. ഇനിയുണ്ടോ? ആ, ചക്ക ഉണ്ട്. നല്ല അടിപൊളി പഴമുണ്ട്. ചക്ക നമ്മൾ ചെറുത് നോക്കി എടുത്താട്ടോ. പിന്നെ ഇത് ഞങ്ങളെ പറമ്പിലുണ്ടായതാണ്. മാങ്ങ, 2 മാങ്ങ, വെണ്ടക്ക. ഇതൊക്കെ പറമ്പിലുണ്ടായ കൊണ്ടല്ലേ വെച്ച്. വെറൈറ്റിയാണ് വെണ്ടക്ക. ഓക്കെ, പിന്നെ തേങ്ങയാണ്. ഇത് നമ്മൾ തെങ്ങുമ്മലുണ്ടായെന്ന് തോന്നുന്നില്ലേ. ഇത് നമ്മൾ അപ്പുറത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് ഗണപതിക്ക് വെക്കുന്നതാണ് നാളികേരം. ഓ, അപ്പം ഇത് തേങ്ങ. ഓക്കെ ഗൈസ്, പിന്നെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ്. ഇതൊക്കെ നിങ്ങൾ വെക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളിതൊക്കെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ പലകയാണ്. പീഠം എന്നാണ് പറയാം, ഞാൻ പലകാന്ന് ഇതൊരു കേട്ട്. പീഠാണുള്ളത്. ഒരു നല്ല അടിപൊളി പീഠം, നല്ല കൃഷ്ണൻ. ഇത് കൃഷ്ണൻ്റെ എന്തോ ഒരു ബുക്കല്ലേ, എന്ത് ബുക്കാ? നമ്മളെ ഒരു ടൈപ്പ് ഓഫ് ബുക്കാണ്. ഒരു ബുക്കാണ് ഗൈസ്. ഇത് ഭഗവതി ഗീത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. എനിക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ പേര് കിട്ടിയത്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പക്ഷേ ഇങ്ങനെ നിവർത്തിയിട്ട് വെക്കുക കേട്ടോ ചെയ്യുക. അമ്മാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നു. പേജ്. ഓക്കെ, നിങ്ങൾ ബുക്ക് വെക്കുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് നിധിപ്പെട്ടി എന്നാണ് ഞാനിങ്ങനെ പറയൽ. ഇത് ആമാടപ്പെട്ടി അല്ലേ? ഓ, ഇതിലെ ഗൈസ് ഇങ്ങനെ ഒരു ലോക്കൊക്കെ ഉണ്ട്. ഞാൻ കണ്ടോ, ലോക്ക് ഞാൻ ഓൾറെഡി തുറന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. എൻ്റെ അനിയും ഒന്ന് എത്തി നോക്കാണ് ലോക്ക് ഉണ്ടോ ഇല്ലേന്ന്. അടുത്തത് കുറച്ച് നമ്മൾ എല്ലാവരും കാണിക്കുന്ന ഐറ്റംസൊക്കെ തന്നെയാണ്. താലാണ് കേട്ടോ. നമ്മൾ കുറേ യൂസ് ചെയ്യുന്ന താലാണ്. അതാണ് ഇങ്ങനെ. പിന്നെ അരിയില്ലേ, മട്ടരിയാ,
മട്ടരിയും പിന്നെ ഇത് ഗൈസ് ഗോൾഡ് കോയനാണ്. പിന്നെ മട്ടരിയും ഇത്തരത്തിലുള്ള സാധനങ്ങളും. ഇതിങ്ങനെ കുലുക്കിയിട്ടില്ലണം. ഓ ആചാരം. ചാപ്പയാണോ ഉള്ളിയാണോ നോക്കണം. എന്താണ് ചാപ്പ ഫസ്റ്റ് തന്നെ ചാപ്പയാണ് വീണത്. ചാപ്പ വെച്ചാൽ ചാപ്പയാണ് വീഴുന്നത്. ഇല്ല ഇതാ ഗൈസ് ചാപ്പാണ്. ഇത് ഒറിജിനൽ ഗോൾഡ് ആണ് ഗൈസ്. ഞങ്ങൾ ഭയങ്കര റിച്ചാണ്. അടുത്തത് കൃഷ്ണൻ്റെ മഞ്ചാടി. മഞ്ചാടി. പിന്നെ അവില്. കൃഷ്ണന് ഇഷ്ടപ്പെട്ടതാട്ടോ അവില് വെച്ചു. പിന്നെ സിന്ദൂരം. ഇതെന്തിനാ വെക്കുന്നേ അറിയില്ല സിന്ദൂരം. പിന്നെ അത് സുമംഗലികളായിട്ടുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് സിന്ദൂരം. പിന്നെ ഇത് പട്ട്. ഓക്കെ, പുതിയത്. ഞാനിതൊക്കെ വെക്കാൻ കൂടിയിട്ടുള്ളൂ. ശരിക്കും ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കല്ല വൃത്തിയിൽ അറിയുന്നില്ല. വാൽക്കണ്ണാടി ചെറുതാണ്. നാളികേരത്തിൻ്റെ അവിടെയല്ലേ വെക്കുക? വാൽക്കണ്ണാടിയിൽ നമ്മളെ മുഖം കാണണം. ഇനി അടുത്തത് പെട്ടെന്ന് അടുത്തതാണ് കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെ ഇതിൻ്റെ അനിയൻ്റെ ചില്ലറൊക്കെയാണ്. ഇത് ഞാൻ കൂട്ടി വെച്ച കുറേ ചില്ലറയാണ്. പിന്നെ കൈനീട്ടം കിട്ടിയതൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഇതിൻ്റെ പാദസാരാണ് കേട്ടോ. ഞാൻ കൂട്ടി വെച്ചൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങി തീർക്കും. ഇങ്ങനത്തെ പൈസ കേട്ടോ ഓരോന്ന് വാങ്ങി തീർക്കും. ഇതാ ചന്ദനത്തിരി ലാസ്റ്റ് ഇത്രയൊക്കെ തന്നെ ഉള്ളുണ്ടേൽ. ഇത് പൈസ എൻ്റെ അനിയൻ്റെ കുറേ ഉണ്ട് കേട്ടോ സാറിൻ്റെ. പിന്നെ ഇത് പാദസാരം നല്ലൊരു അടിപൊളി ധാന്യങ്ങളാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്. കിണ്ടിയിൽ നിറയെ വെള്ളം. ഇതെങ്ങോട്ടേക്കാ തിരിച്ചൊക്കെ ഉണ്ടായോ? കിണ്ടിയിൽ വെള്ളം. അപ്പോൾ നമ്മൾ വിളക്കാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് വേണ്ടത് കണിക്കൊന്ന. അതിൻ്റെ വെള്ളമൊക്കെ ഓ അപ്പോൾ കണ്ണാടി കാണൂലോ. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് കേട്ടോ. ശരിക്കും നല്ലോണം കാണുന്നുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല, എനിക്കൊണ്ട് അത്ര വൃത്തി കാണൂല. അതാണ് എനിക്കിങ്ങനെ മഞ്ഞ പോലെ തോന്നുന്നത്. ഇത് വെള്ളി കേട്ടോ. വെള്ളി വെക്കണം. സ്വർണം ഇപ്പം വെക്കും. താലി അറിയില്ല. ഇത് അമ്മേൻ്റെ മാലയാണേ. സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്. വേണ്ടത് വിളക്ക്. നമ്മൾ കണി വെക്കുമ്പം നമ്മളിലുള്ള ഈ ഇങ്ങനത്തെ പോലുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഒക്കെ മാക്സിമം വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വിളക്കുണ്ട്. നമ്മൾ വലിയൊരു വിളക്കാണ് ആണോ. ഇത് നമ്മൾ പുലർച്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങളെ എണീപ്പിക്കുന്നതിന് മുന്നേ അമ്മ കത്തിക്കുക ചെയ്യുക. പിന്നെ ധാന്യങ്ങളാണ്. ചെറുപയറുണ്ട്, ഉഴുന്നുണ്ട്, പിന്നെ പട്ടാണി ഉണ്ട്, പിന്നെ വൻപയറും ഉണ്ട് കേട്ടോ. പിന്നെന്താ കടല, ചെറുകടല. നമ്മളങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം.
എല്ലാവർക്കും അഡ്വാൻസ് വിഷു ആശംസകൾ കേട്ടോ. ഇതാണ് ഞങ്ങളെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പം നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ കമൻറ്റിൽ ജസ്റ്റിൽ പറയാം. പിന്നെ അപ്പം വെക്കാണ്ട് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ അച്ഛമ്മ രാവിലെ എന്താ അപ്പത്തിൻ്റെ പേര് നെയ്യപ്പം രാവിലെ ഉണ്ടാക്കുക ചെയ്യുക. അപ്പം നെയ്യപ്പം രാവിലെ ഉണ്ടാക്കുക ചെയ്യുക. അപ്പം നമുക്ക് പുലർച്ചയ്ക്കുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, ഞങ്ങളെ കണി കാണിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.